അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅ്തദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. സഹോദരങ്ങളെ, ചരിത്ര കാലഘട്ടത്തിൽ മതത്തിൻ്റെ പേരിൽ നടന്ന ഏറ്റവും വലിയ ഭീകരമായ ആക്രമണങ്ങൾ ഏതാണെന്ന ചോദ്യത്തിന് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കൊന്നും തന്നെ കുരിശ് യുദ്ധങ്ങൾ എന്നല്ലാതെ ഉത്തരം പറയാനുണ്ടാവുകയില്ല. കുരിശ് യുദ്ധങ്ങൾ എല്ലാ അർത്ഥത്തിലും മതത്തിൻ്റെ പേരിൽ നടന്ന അക്രമങ്ങൾ. ഏകദേശം 2 നൂറ്റാണ്ടോളം കാലം മധ്യപൗരസ്ത്യ ദേശത്ത് യൂറോപ്പിൻ്റെ ഒരു ഭാഗത്തുമെല്ലാം മതത്തിൻ്റെ പേരിൽ നടന്ന അതിക്രൂരമായ ഭീകരമായ 2 നൂറ്റാണ്ട് നീണ്ടുനിന്ന ആ പ്രവർത്തനങ്ങളെ ആ പ്രവർത്തനങ്ങൾ നടന്ന കാലത്തോ ശേഷമോ ടെററിസം എന്ന ഭീകരത എന്ന ഭീകരവാദമെന്ന തലക്കെട്ടിൽ ആരും വ്യവഹരിച്ചത് കണ്ടിട്ടില്ല. ക്രിസ്താബ്ദം 1071 സിൽജൂക്ക് തുർക്കികൾ ബൈസന്റൈൻ റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന 2 രാജ്യങ്ങൾ, അനത്തോളിയയും അർമീനിയയും പിടിച്ചടക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുരിശ് യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ക്രിസ്താബ്ദം 1095 അന്നത്തെ ബൈസന്റൈൻ ചക്രവർത്തിയായ അനക്സിയോസ് ഒന്നാമൻ അന്നത്തെ ക്രൈസ്തവ മത മേലധ്യക്ഷനായ, അന്നത്തെ എന്നല്ല എക്കാലഘട്ടത്തിലെയും കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ ലോകത്തിൻ്റെ മേലധ്യക്ഷനായ അന്നത്തെ പോപ്പ് അർബൻ രണ്ടാമൻ അവൻ്റെ അടുത്തേക്ക് ഒരു നിവേദക സംഘത്തെ പറഞ്ഞേക്കുകയാണ്. റോമാ സാമ്രാജ്യത്തെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ക്രിസ്താബ്ദം 1095 നവംബർ മാസം 18 മുതൽ 28 വരെയുള്ള തീയതികളിൽ ഫ്രാൻസിലെ ക്ലർമണ്ട് എന്ന സ്ഥലത്ത് അർബൻ രണ്ടാമൻ ലോകത്തുള്ള ക്രൈസ്തവ അധ്യക്ഷന്മാരുടെ മുഴുവനും മീറ്റിംഗ് വിളിക്കുകയാണ്. ചരിത്രത്തിൽ ക്ലർമണ്ട് സുനഹദോസ് എന്ന ക്ലർമണ്ട് കൗൺസിൽ എന്നറിയപ്പെട്ട വളരെ സുപ്രസിദ്ധമായ കൗൺസിൽ. ആ കൗൺസിലിൽ 10 ദിവസം നീണ്ടുനിന്ന കൗൺസിൽ അവസാനിക്കുന്നതിൻ്റെ തലേന്ന്
അഥവാ 1095 നവംബർ മാസം 27-ാം തീയതി അർബൻ രണ്ടാമൻ മാർപ്പാപ്പ ഒരു വികാരഭരിതമായ പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവരുടെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം കാടന്മാർ നശിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ബാർബേറിയൻസ് എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ക്രൈസ്തവരുടെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം പിശാചിനെ ആരാധിക്കുന്ന കാടന്മാർ പിടിച്ചടക്കിയിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ആ വിശുദ്ധ സ്ഥലങ്ങളെ സംരക്ഷിക്കണം. ആ വിശുദ്ധ സ്ഥലങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പണിയെടുക്കണം, അതിന് പോരാടണം. അതിന് കാടന്മാരെ നാമാവശേഷമാക്കണം, അവരെ തകർക്കണം. അവരെ തകർത്തുകൊണ്ട് നമ്മുടെ വിശുദ്ധ സ്ഥലങ്ങൾ തിരിച്ചു നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ആയുധമെടുത്താൽ നിങ്ങളോടൊപ്പം ക്രിസ്തു ഉണ്ടാകും. ആയുധമെടുത്താൽ നിങ്ങൾ അഥവാ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മുഴുവൻ പാപങ്ങളും പശ്ചാത്തപിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് നിങ്ങൾ എടുക്കപ്പെടും. അർബൻ രണ്ടാമന്റെ അന്നത്തെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിൽ ലഭ്യമാണ്, നമുക്ക് പരിശോധിക്കാം. അങ്ങനെ വികാരനിർഭരമായി അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിന്റെ ഫലമായിട്ടാണ് 1096 ഓഗസ്റ്റ് മാസം 15-ാം തീയതി പീറ്റർ ദ ഹെർമിറ്റ് എന്നറിയപ്പെട്ട സന്യാസിയായ പത്രോസിന്റെ നേതൃത്വത്തിൽ ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമെല്ലാമായി ഒരുമിച്ച് കൂടിയ 35,000 കുരിശുപടയാളികൾ കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് മാർച്ച് ചെയ്യുന്നത്. അതാണ് കുരിശ് യുദ്ധത്തിന്റെ ആരംഭം. അവിടെ തുടങ്ങുകയാണ് മതത്തിന്റെ പേരിലുള്ള ഏറ്റവും വലിയ ചരിത്രത്തിലെ ക്രൂരതകളുടെ ആരംഭം. സത്യത്തിൽ ആ യാത്രയിൽ വഴിയിൽ കണ്ടവരെ മുഴുവനും കൊന്നൊടുക്കി ഭീതി സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ കടന്നുപോയത്. മുസ്ലിങ്ങളെ മാത്രമല്ല, അന്ന് ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ജൂതന്മാർ ഏറ്റവും അധികം പീഡനം സഹിച്ച ആളുകളായിരുന്നു. കുരിശ് യുദ്ധത്തെക്കുറിച്ച് കുരിശ് യുദ്ധത്തിന്റെ പടയാളികൾ എഴുതി വെച്ച ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മതി, അനുഭവ ചരിത്രങ്ങൾ. അത്തരം ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഞങ്ങൾ ജെറൂസലേമിലേക്ക് കടന്നു. ജെറൂസലേമിൽ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് 70,000 ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജെറൂസലേം പിടിച്ചടക്കിയപ്പോൾ അവിടുത്തെ ജനസംഖ്യ 30,000 ആയിരുന്നു. പകുതിയിലധികവും മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് ജെറൂസലേം പിടിച്ചടക്കിയത്. ജെറൂസലേമിലെ സോളമന്റെ ദേവാലയത്തിലൂടെ ഞങ്ങൾ നടന്നപ്പോൾ ഞങ്ങളുടെ കാലിന്റെ നെരിയാണി വരെ രക്തമുണ്ടായിരുന്നു. അവിടെ കണ്ട ആളുകളെയൊന്നും ഞങ്ങൾ വെറുതെ വിട്ടില്ല. കഴിയുന്ന സ്ത്രീകളെയെല്ലാം ഞങ്ങൾ ബന്ദികളായി പിടിച്ചു. കുട്ടികളെ ഞങ്ങൾ അടിമകളാക്കി. പോരാടാൻ കഴിയുന്ന ആളുകളെ മുഴുവനും കൊന്നൊടുക്കി. ഇതെല്ലാം എഴുതി വെക്കുന്നത് കുരിശുപടയാളികൾ. അങ്ങനെ ഞങ്ങൾ ജെറൂസലേം പിടിച്ചെടുത്തു. 10,000 മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരത ചെയ്തുകൊണ്ട്, ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഒരു കുരിശുപടയാളി എഴുതുകയാണ്, ഞങ്ങളുടെ സൈനികമായ ആവേശം കണ്ട് പേടിച്ചു വിറച്ച് ജൂതന്മാർ അവരുടെ സിനഗോഗിൽ പോയി ഒളിച്ചു. ഞങ്ങൾ സിനഗോഗ് പുറത്തുനിന്ന് പൂട്ടി. ആ സിനഗോഗ് മുഴുവനും ഞങ്ങൾ കത്തിച്ചു കളഞ്ഞു. സിനഗോഗിന് കത്തിക്കരിയുമ്പോൾ അതിനകത്ത് കിടന്ന് ജൂതന്മാരായ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സിനഗോഗിന് ചുറ്റും ആനന്ദ നൃത്തമാടുകയായിരുന്നു.
ക്രിസ്തുവേ, നീയാണ് സ്നേഹം, നീയാണ് രക്ഷ, നീയാണ് മാർഗം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെഴുതുന്നത് കുരിശുപടയാളി. അങ്ങനെയാണ് 1099 ജൂലൈ മാസം 15-ാം തീയതി ക്രിസ്താബ്ദം 638 മുതൽ മുസ്ലിങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന മസ്ജിദുൽ അഖ്സ, ജെറൂസലേം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ ക്രൈസ്തവരുടെ കൈകളിലേക്ക് വരുന്നത്. സങ്കടകരമായ, ദുഃഖകരമായ ദിവസം. അതിനുവേണ്ടി അവർ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ അവിടെ നിന്ന് അവസാനിക്കുന്നില്ല. ജെറൂസലേം നേടിയെടുത്തിട്ടും അവസാനിച്ചില്ല അവരുടെ ക്രൂരതകളുടെ തേർവാഴ്ച. അവർ വീണ്ടും വ്യത്യസ്തങ്ങളായ കുരിശുയുദ്ധങ്ങൾ നടത്തി. ഒരുപാട് കുരിശുയുദ്ധങ്ങൾ, 1-2 കുരിശുയുദ്ധങ്ങളല്ല. ക്രൂസൈഡ്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വാല്യങ്ങളുള്ളതാണ്. വാല്യങ്ങൾ ക്രൂസൈഡ്സിനെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഓരോ കുരിശുയുദ്ധങ്ങളെയും കുറിച്ചറിയും. മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ക്രൈസ്തവ മതത്തിന്റെ ആവേശത്തോടുകൂടി മാത്രം നടത്തിയ ആക്രമണങ്ങൾ. ആ ആക്രമണങ്ങൾ നീണ്ടുനിന്ന് പോയി. മുസ്ലിം ലോകമാകട്ടെ സെൽജൂക്ക് തുർക്കികളുടെ ദൗർബല്യം കൊണ്ട്, ആ ദുർബലമായ നേതൃത്വത്താൽ പ്രയാസപ്പെട്ടിരുന്ന ഒരു സമയത്ത് കുരിശുപടയാളികളെ പ്രതിരോധിക്കുവാൻ, അവർക്കെതിരെ സംസാരിക്കുവാൻ, അവർക്കെതിരെ കൃത്യമായി നിലനിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദുർബലമായിരുന്നു മുസ്ലിം സമുദായം. അവിടെയാണ് പിന്നീട് ചരിത്രത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഉദയം കൊള്ളുന്നത്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി കുരിശുപടയാളികൾക്കെതിരെ ആളുകളെ സംഘടിപ്പിച്ചു. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ജെറൂസലേമിന്റെ മസ്ജിദുൽ അഖ്സ നിലനിൽക്കുന്ന ജെറൂസലേം ക്രിസ്താബ്ദം 638 മുതൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടം മുതൽ മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന ജെറൂസലേം, ആ ജെറൂസലേം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. നീണ്ട ഒരു നൂറ്റാണ്ട് കാലത്തിന് ശേഷം 1187 ജൂലൈ മാസം 4-ാം തീയതി സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുള്ള സൈന്യം, മുസ്ലിം സൈന്യം വീണ്ടും ജെറൂസലേം പിടിച്ചടക്കി. ആ ജെറൂസലേം പിടിച്ചടക്കിയ സന്ദർഭത്തിൽ തനിക്കെതിരെ ആ സമയത്ത് യുദ്ധത്തിനുണ്ടായിരുന്നത് ഗേ രാജാവായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഗേ രാജാവും അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെ ആളുകളെയും പലരെയും പിടിച്ചു കൊണ്ടുവന്നിരുന്നു. അവർ ബന്ധനസ്ഥനായിരുന്നു. ആ ബന്ധനസ്ഥരായിരുന്ന അവരെ, ഇവർക്കെതിരെ യുദ്ധം ചെയ്ത അവരിൽ മുസ്ലിം സൈന്യത്തെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ആളുകളെ ഒഴിച്ച് ബാക്കിയുള്ളവരെ അവരെ മാന്യമായ രീതിയിൽ അവരെ സ്വീകരിക്കുകയും അവരെ മാന്യമായ രീതിയിൽ വിചാരണ നടത്തുകയും അവരുടെ രാജ്യത്തിന്റെ ആളുകൾ എന്നുള്ള നിലക്ക് തന്നെ അവരെ പരിഗണിക്കുകയും ചെയ്തുകൊണ്ടാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ചരിത്രത്തിൽ മാനവികതയുടെ പടയാളി എന്ന പേരിന് അർഹനാകുന്നത്. അവിടെയും അവസാനിച്ചില്ല. കുരിശുപടയാളികൾ പരാജയപ്പെടുകയും ജെറൂസലേം മുസ്ലിങ്ങളുടെ അധീനത്തിൽ വരികയും കേട്ട വിവരമറിഞ്ഞപ്പോ അന്നത്തെ പുതിയ പോപ്പ് അർബൻ 3-ാമൻ മാർപ്പാപ്പ ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അതോടുകൂടി അന്ന് വരെ ശത്രുക്കളായിരുന്ന ഫ്രാൻസും ഇംഗ്ലണ്ടും ഒരുമിച്ച് ചേർന്നു. ഫ്രാൻസും ഇംഗ്ലണ്ടും ഒരുമിച്ച് ചേർന്ന് ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ വലിയൊരു വ്യൂഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നതിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടു. അതിനുവേണ്ടി പണം പിരിക്കുവാൻ അവർ പ്രത്യേക നികുതി ഏർപ്പെടുത്തി. ആ നികുതിക്ക് പേരിട്ടത് സലാദ്ദീൻ ഫിത്ത് എന്നാണ്. സലാദ്ദീൻ നികുതി. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്കെതിരെയുള്ള നികുതി.
അങ്ങനെ ആ നികുതി പിരിച്ച് വലിയൊരു പടസഞ്ചയവുമായി നേതൃത്വത്തിലുണ്ടായിരുന്നത് റിച്ചാർഡ് രണ്ടാമൻ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡ് എന്നാണ്. സിംഹഹൃദയനായ റിച്ചാർഡ് എന്നർത്ഥം. ധീരവീര ശൂര പരാക്രമിയായ റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയിൽ നിന്ന് ഇത് തിരിച്ചു പിടിച്ചടക്കുവാൻ വേണ്ടി വലിയൊരു ജനസമൂഹം ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമെല്ലാമായി രണ്ട് വലിയ രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ മുസ്ലിം നാടുകളിലേക്ക് എരച്ചു കയറി. യുദ്ധം നടന്നു, ഒരുപാട് യുദ്ധങ്ങൾ. മുസ്ലിങ്ങൾക്കേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, തിരിച്ചു. പക്ഷേ ജെറൂസലേം സംരക്ഷിക്കുവാൻ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യത്തിന് കഴിഞ്ഞു. ജെറൂസലേം അവർ വിട്ടുകൊടുത്തില്ല. അവിടെ യുദ്ധം അവസാനിച്ചു. യുദ്ധം അവസാനിച്ച് തിരിച്ചുപോയ റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡ് നമ്മൾ മനസ്സിലാക്കണം, കാടനായി മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ക്രൂരതയും ചെയ്തുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തെ തകർക്കുന്നതിന് വേണ്ടി യൂറോപ്പിൽ നിന്ന് വലിയൊരു പടയാളികളോടുകൂടി കടന്നു വന്ന റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡ് ഒരുപാട് ഇസ്ലാമിന്റെ മൂല്യമുള്ള അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് തിരിച്ചുപോയത്. അദ്ദേഹം യുദ്ധഭൂമിയിൽ പനി പിടച്ചു കിടന്നു. റിച്ചാർഡ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി തന്റെ കൊട്ടാര വൈദ്യനെ പറഞ്ഞയച്ചു റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡ് എന്നെ ചികിത്സിക്കുവാൻ. ശത്രുവാണ് അയാൾ, പക്ഷേ ഇപ്പോൾ രോഗിയാണ്, നമ്മുടെ നാട്ടിലെത്തിയ ആളാണ്, അയാൾ നമ്മുടെ അതിഥിയാണ്. അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ നിന്ന് തണുപ്പുള്ള വെള്ളം കൊടുത്തയച്ചു. അദ്ദേഹത്തിന് ഫലമൂലാദികൾ കൊടുത്തയച്ചു. അദ്ദേഹത്തിന്റെ കുതിര യുദ്ധത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നതാണ്. യുദ്ധത്തിനിടക്ക് കൊല്ലപ്പെട്ടപ്പോ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹത്തിന് കുതിരയെ കൊടുത്തയച്ചു. ചരിത്രമാണിത്, യൂറോപ്യൻ എഴുതിയ ചരിത്രം. തിരിച്ചു പോകുമ്പോ തന്റെ സഹോദരിയും സിസിലിയിലെ രാജ്ഞിയുമായ ജോൻ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ അനുജന് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് റിച്ചാർഡ് ദ ലയൺ ഹാർട്ടഡ് തിരിച്ചുപോയത്. ഞാൻ പറയുന്നത് കാടത്വത്തിന്റെ ഭീകരതയുമായി യുദ്ധത്തിന് വേണ്ടി മുസ്ലിം നാട്ടിലേക്ക് വന്ന കാടൻ സിംഹഹൃദയൻ അദ്ദേഹം തിരിച്ചുപോയത് ഇസ്ലാമിന്റെ ഊഷ്മളമായ സന്ദേശങ്ങളുടെ ആ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ടാണ്. യൂറോപ്പിൽ ഇസ്ലാമിനോടുള്ള വിരോധത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് സത്യത്തിൽ കുരിശ് യുദ്ധത്തിന് ശേഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുരിശ് യുദ്ധം കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് മുസ്ലിം നാടുകളിൽ വന്ന് തിരിച്ചുപോയ പടയാളികൾ, യൂറോപ്യൻ പടയാളികൾ, അവർക്ക് ആതിഥ്യത്തിന്റെ മര്യാദയുടെ മാനവികതയുടെ ജീവിത മാതൃക കണ്ടതിന്റെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടായിരുന്നു യൂറോപ്യന്മാരുടെ മുന്നിൽ. അവർ പങ്കുവെക്കുകയായിരുന്നു തിരിച്ചുപോയവർ. അങ്ങനെ പങ്കുവെക്കപ്പെട്ടപ്പോൾ യൂറോപ്പ് ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാകുമോ എന്ന ഭീതി പടർന്ന സമയത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വൃത്തികെട്ട രൂപത്തിലുള്ള കഥകളും കവിതകളും നാടകങ്ങളും മറ്റ് ഏർപ്പാടുകളുമെല്ലാം യഥാർത്ഥത്തിൽ 13-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ വ്യാപകമായി ഉണ്ടായത്. അങ്ങനെ എന്തൊക്കെയുണ്ടായി എന്നറിയാം. എന്തൊക്കെയാണ് ഉണ്ടായത്? നമുക്ക് അത്ഭുതം തോന്നും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ പേര് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടായി, ഒരുപാട് നാടകങ്ങളുണ്ടായി, കവിതകളുണ്ടായി. ആ കവിതകളിൽ അവർ വിളിച്ച പേര് മഹൗണ്ട് എന്നാണ്. മഹൗണ്ട് പേര് മുഹമ്മദ് എന്നതിന് സമാനം. മഹൗണ്ട് എന്ന പദത്തിനർത്ഥം പിശാചിന്റെ അവതാരമെന്ന്. ആ മഹൗണ്ട് എന്ന പദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്യോതിപ്പിച്ചുകൊണ്ട് പിശാചായ സൽമാൻ റുഷ്ദി പിൽക്കാലഘട്ടത്തിൽ ഉപയോഗിച്ചത് മുസ്ലിം സമൂഹത്തെ വികാരം കൊള്ളിക്കുന്നതിന് വേണ്ടി. അതുകൂടിയായിരുന്നു മുസ്ലിം ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. അവരെന്തൊക്കെയാണ് എഴുതിക്കളഞ്ഞത് എന്നത് ഇപ്പോൾ പറയാൻ നിർവാഹമല്ല. പല വ്യാഖ്യാനങ്ങളുണ്ടായി, പല രസകരമായ വ്യാഖ്യാനങ്ങൾ, രസകരമായ കവിതകൾ ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് AD 666 66 ആയതുകൊണ്ട്
ആണ് എന്ന് സമർത്ഥിക്കണമെന്നില്ല. 66 ആയതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ വരാനിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വ്യാഗ്രം ഒരു ജന്തു വരാനുണ്ട് വെളിപാട് പുസ്തക പ്രകാരം അവസാന നാളിൽ. ആ ജന്തുവിന്റെ നമ്പർ 666. അതാണ് മുഹമ്മദിനെ സ്ഥാപിക്കപ്പെട്ടത്. സത്യത്തിൽ ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം 6666 ആയതിന് പിന്നിലും അങ്ങനെയൊരു ചെറിയ ഗൂഢാലോചനയുണ്ട്. അത് ചരിത്രമാണ്, അത് മറ്റൊരു വിഷയം. ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം എങ്ങനെ കൂട്ടിയാലും 6666 വരില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ആ സമയത്ത് അങ്ങനെ എന്തൊക്കെയോ രചനകളുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയാം. ഇതിന്റെ എല്ലാം കാരണം ഇസ്ലാമിക സമൂഹത്തിൽ വന്ന് എന്താണ് മാനവികമായ യുദ്ധം എന്നവർ പരിചയിച്ചത്. അതാണ് കുരിശ് യുദ്ധം. അതാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നടന്ന ഏറ്റവും ഭീകരമായ മതത്തിന്റെ പേരിലുള്ള യുദ്ധം. മതത്തിന്റെ പേരിൽ മാത്രമായിരുന്നു അത്. മതത്തിന്റെ നേതാവായിരുന്നു ലോകത്ത് അറിയപ്പെട്ട അംഗീകരിക്കപ്പെട്ട എല്ലാ കത്തോലിക്ക വിശ്വാസികളും. അത് റോമൻ കത്തോലിക്കനാകട്ടെ, ലാറ്റിൻ കത്തോലിക്കനാകട്ടെ, സിറിയൻ കത്തോലിക്കനാകട്ടെ, ഏത് ജാതിയാണെങ്കിലും അവരെല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന, ചിലപ്പോൾ നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കണ്ടാവും പ്രൊട്ടസ്റ്റന്റുകാരില്ലല്ലോ എന്നല്ല. പ്രൊട്ടസ്റ്റന്റുകാർ പിന്നെയാണ് ഉണ്ടായത്. ആ പ്രൊട്ടസ്റ്റന്റുകാരടക്കമുള്ള എല്ലാവരും അംഗീകരിക്കുന്ന അന്നത്തെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷനാണ് ഇതിനെതിരെ ഈ കലാപത്തിന്, ഈ ഭീകരതക്ക് ആഹ്വാനം ചെയ്തത്. പക്ഷേ അത്ഭുതകരം, ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും അത്തരം ആ ഭീകരമായ അതിക്രമങ്ങളെക്കുറിച്ച് ഭീകരത എന്ന പദം പോലും പ്രയോഗിക്കുന്നില്ല. ആധുനിക കാലഘട്ടത്തിലെ ഒരു പുതിയ ഒരു സംജ്ഞയായിക്കൊണ്ടാണ് ഭീകരത എന്ന ശബ്ദം കടന്നു വരുന്നത്. എന്താണ് ഭീകരത എന്ന ശബ്ദം കടന്നു വരുന്നതിന്റെ പിന്നിലുള്ള പശ്ചാത്തലം? നമ്മുടെ വിഷയം ഭീകരത ഇസ്ലാമിൻ്റെതല്ല എന്നാണ്. ഇസ്ലാമോ ഇസ്ലാമിക സമൂഹമോ സൃഷ്ടിച്ചു വെച്ച ഒരു ഏർപ്പാടേയല്ല ഭീകരത. ഇസ്ലാമിനോ ഇസ്ലാമിക സമൂഹത്തിനോ അങ്ങനെ ഒരു ഏർപ്പാട് സൃഷ്ടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം ശ്രദ്ധിക്കുന്നത് ആളുകളുടെ സംസ്കരണത്തിലാണ്. ജനങ്ങളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് സംസ്കരിക്കാൻ കഴിയുമെന്ന വിഡ്ഢിത്വം ഒരിക്കലും ഇസ്ലാമിന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അത് സർവ്വലോക സൃഷ്ടാവായ തമ്പുരാനിൽ നിന്നുള്ള ദർശനമാണ്. മനസ്സിന്റെ സംസ്കരണത്തെ വിശ്വസിക്കുന്ന ഒരു ആദർശത്തിന് ഭീതിപ്പെടുത്തിക്കൊണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ട് ആളുകളെ പരിവർത്തിപ്പിക്കുവാനോ തകർക്കുവാനോ ആളുകളെ പരിവർത്തിപ്പിക്കുവാൻ കഴിയില്ല എങ്കിൽ അത്തരം ഒരു ഭീതിയുടെ ആദർശത്തെ അതിന് സ്വീകരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം വെറുത്ത ആളുകൾ പോലും പ്രവാചകന്റെ ജീവിതത്തെ നേരിട്ട് കണ്ടപ്പോഴും അനുഭവിച്ചപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളായി തീർന്നു എന്നതല്ലേ ചരിത്രം. എന്തുകൊണ്ടാണത്? രസകരമായൊരു ചരിത്രമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. യമാമയുടെ ഭരണാധികാരിയായിരുന്ന സുമാമത്ത് ബിൻ ഉസാലിന്റെ ചരിത്രം. സുമാമത്ത് ബിൻ ഉസാൽ ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജറ 6 ശേഷമാണ്. അത് മനസ്സിലാക്കാൻ കഴിയുക, ഹിജറ 6 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിക്ക് ശേഷം അടുത്ത പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവനും കത്തി എഴുതിയ കൂടെ ഒന്ന് സുമാമത്ത് ബിൻ ഉസാലിനായിരുന്നു, യമാമയിലെ ഭരണാധികാരി. സുമാമയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തെഴുതി. ആ കത്തുമായി കടന്നു ചെന്ന ആളുകളെ അദ്ദേഹം കൈകാര്യം ചെയ്തു. അവരെ അപഹസിച്ചു എന്ന് മാത്രമല്ല, അവരെ കൊന്നുകളഞ്ഞു എന്നാണ് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം ആ കത്ത് പിച്ചു ചീന്തി വലിച്ചെറിഞ്ഞു. പ്രവാചകനെ കുറെ അപഹസിച്ചു, പരിഹസിച്ചു. ആയിടക്കാണ് സുമാമത്ത് ബിൻ ഉസാൽ, അങ്ങനെ ഇസ്ലാമിനോട് വെറുപ്പ് കാണിച്ച സുമാമത്ത് ബിൻ ഉസാൽ, അദ്ദേഹം മദീനയിലെ പ്രാന്തത്തിലൂടെ അങ്ങനെ രാത്രി ഇങ്ങനെ മക്കയിലേക്ക് പോവാണ്. ഉംറക്കാണ് ലക്ഷ്യമെന്നാണ് പറയപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മദീനയുടെ ഭരണാധികാരിയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ട് തന്നെ അതിനുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ 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 സ്വകാര്യമായി ആരും കാണാതെ എങ്ങനെ പതുങ്ങിയാണ് പോണത്.
രാത്രി സമയത്ത് മദീന രാജ്യത്ത് റോന്തു ചുറ്റുകയായിരുന്ന മുസ്ലിം പടയാളികൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തെ പിടിച്ചു. ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ കൊണ്ടുപോയി മദീനയിലെ പള്ളിയുടെ തൂണിൽ അദ്ദേഹത്തെ കെട്ടിയിട്ടു. അന്നത്തെ ബന്ധനമാണ്, അന്നത്തെ ജയിലാണത്. എല്ലാം മദീനത്തെ പള്ളിയാണല്ലോ. രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു സുമാബത്ത് ബിൻ ഉസാൽ, യമാമയിലെ ധീരനായ ഭരണാധികാരി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തിനെ ധിക്കാരത്തോടുകൂടി പ്രതികരിച്ചയാൾ ആ മദീനയിലെ പള്ളിയുടെ തൂണിൽ ബന്ധനസ്ഥനായി കിടക്കുന്നത് കണ്ടു. റസൂലുള്ളാഹി പറഞ്ഞു, ആരാണിത്? സുമാമയോ? പ്രവാചകൻ ആളെ മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധനസ്ഥനായി കിടക്കുന്ന സുമാമത്ത് ബിൻ ഉസാലിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, സുമാമയെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പറഞ്ഞു കൊടുത്തു. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആശയം പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് സുമാമത്ത് ബിൻ ഉസാലിനെ ക്ഷണിച്ചു. സുമാമ, ഇസ്ലാം സ്വീകരിച്ചുകൂടെ? സുമാമത്ത് ബിൻ ഉസാൽ രക്തത്തിൽ ഇസ്ലാമിന്റെ വിരോധമുള്ളയാളാണ്. അറബിയൻ ഗോത്രവർഗ പാരമ്പര്യത്തിന്റെ പ്രതീകം. ബന്ധനസ്ഥനാണെങ്കിലും അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല മുഹമ്മദ്, താങ്കളുടെ മതം സ്വീകരിക്കാൻ എന്നെ കിട്ടില്ല. ചുറ്റും പടയാളികളാണ്, നിഷേധിച്ചാൽ കൊല്ലപ്പെടാം. പക്ഷേ അദ്ദേഹം ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഇല്ല മുഹമ്മദ്, താങ്കളുടെ മതം സ്വീകരിക്കാൻ എന്നെ കിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോടായി പറഞ്ഞു, സുമാമയെ നിങ്ങൾ ശ്രദ്ധിക്കുക, അദ്ദേഹം ബന്ധനസ്ഥനായി തന്നെ കിടക്കട്ടെ, അദ്ദേഹത്തെ പരിചരിക്കുക, ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസവും ഫജ്ർ നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുമാമയുടെ അടുത്തെത്തി. റസൂലുള്ളാഹി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി വിശദമായി സുമാമത്ത് ബിൻ ഉസാലിനോട് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട്, സുമാമ, താങ്കൾക്ക് ഇസ്ലാം സ്വീകരിച്ചുകൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. സുമാമത്ത് ബിൻ ഉസാൽ പറഞ്ഞു, ഇല്ല മുഹമ്മദ്, താങ്കളുടെ മതം സ്വീകരിക്കാൻ എന്നെ കിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ തുടർന്നു സഹാബിമാരോട്. മൂന്നാമത്തെ ദിവസവും ഫജ്ർ നമസ്കാരം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുമാമയുടെ അടുത്തെത്തി. റസൂലുള്ളാഹി ഇസ്ലാമിനെ വീണ്ടും വിശദീകരിച്ചു സുമാമയുടെ അടുക്കൽ. എന്നിട്ട് ഇസ്ലാമിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇല്ല മുഹമ്മദ്, താങ്കളുടെ മതം സ്വീകരിക്കാൻ എന്നെ കിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് പറഞ്ഞു, സുമാമയുടെ അവസരം കഴിഞ്ഞിരിക്കുന്നു, ഇനി അദ്ദേഹത്തെ വെറുതെ വിടുക. അദ്ദേഹത്തെ വെറുതെ വിടുക. അദ്ദേഹം സ്വതന്ത്രനായി പോകട്ടെ. ഇത് സമാധാനത്തിന്റെ കാലമാണ്. ഹുദൈബിയ സന്ധി നിലനിൽക്കുന്ന കാലം. അദ്ദേഹം സ്വതന്ത്രനായി പോകട്ടെ. സുമാമത്ത് ബിൻ ഉസാൽ സ്വതന്ത്രനായി. അദ്ദേഹം നടന്നു പോവുകയാണ്. അദ്ദേഹം വന്ന വഴി നടന്ന് അദ്ദേഹം ബഖീഇന്റെ അടുത്തെത്തി. അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയായി നടത്തത്തിൽ, കഴിഞ്ഞ 3 ദിവസമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്റെ മനസ്സാക്ഷി എന്നോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മുഹമ്മദ് പറയുന്നത് മുഴുവനും സത്യമാണ്. ഞാൻ അനുഭവിക്കുന്നത് അതാണ്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു, ഇസ്ലാമിനെ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഹുദൈബിയ സന്ധിയുടെ സമയത്ത്, സമാധാനത്തിന്റെ സമയത്ത് മദീന പള്ളി എന്നത് ഒരു മതപരിവർത്തന കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇസ്ലാമിന്റെ സത്യത അനുഭവിക്കുകയാണ്. മുഹമ്മദ് പ്രവാചകനാണ് എന്നുള്ള വസ്തുത ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷേ എന്റെ ഹൃദയം എന്നോടത് പറഞ്ഞിട്ടും എന്റെ അഹങ്കാരം അത് അംഗീകരിക്കാൻ എന്നെ അനുവദിക്കണില്ലല്ലോ. അതെങ്ങനെ നടന്നുപോയി? ബഖീന്റെ അടുത്തെത്തിയപ്പോ അദ്ദേഹം അവിടെ നിന്നു. അദ്ദേഹം തിരിഞ്ഞു നടന്നു ചെന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ. സുമാമത്ത് ബിൻ ഉസാൽ പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനിതാ മുസ്ലിമായിരിക്കുന്നു. മുഹമ്മദ്, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു. താങ്കളുടെ മുഖമുണ്ടല്ലോ,
ഈ നിമിഷം വരെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖമായിരുന്നു മുഹമ്മദ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള മുഖമായ ആ മുഖം മാറിയിരിക്കുന്നു. മുഹമ്മദ്, താങ്കളുടെ മതമുണ്ടല്ലോ, എനിക്ക് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള മതമായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും പ്രേമമുള്ള മതമായി താങ്കളുടെ മതം മാറിയിരിക്കുന്നു. താങ്കളുടെ ഈ നാടുണ്ടല്ലോ, എനിക്ക് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള നാടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടായി ഈ നാട് മാറിയിരിക്കുന്നു. ഇതൊരു ചരിത്രമാണ്, ഒരു സംഭവമാണ്, 1000 സംഭവങ്ങളിലൊന്ന്. ഇസ്ലാമിന് ബന്ധനസ്ഥനായി, ശത്രുവായി നിന്നുകൊണ്ട് ബന്ധനസ്ഥനായി അനുഭവിക്കുവാൻ കഴിഞ്ഞ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായ പരിവർത്തനത്തിന്റെ ഏടാണിത്. ചുറ്റും പടയാളികളുള്ള സമയത്ത്, ബന്ധനസ്ഥനായി കിടക്കുന്ന സമയത്ത്, ഇസ്ലാം നിഷേധിച്ചാൽ തല പോകാം എന്ന അവസ്ഥ പോലുമുള്ള സമയത്ത് തന്റെ ഗോത്ര അഹങ്കാരം കൈമുതലാക്കി ഇല്ല, ഞാൻ ഇസ്ലാം സ്വീകരിക്കില്ല എന്ന് ധൈര്യത്തോടു കൂടി പറഞ്ഞ സുമാമ. പക്ഷേ ആ ഇസ്ലാമിന്റെ സത്യതയ്ക്ക് മുന്നിൽ, യാഥാർത്ഥ്യത്തിന് മുന്നിൽ, അതിന്റെ ധർമ്മത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇസ്ലാം സ്വീകരണത്തിന്റെ ലോകത്തെ ചരിത്രം മുഴുവനും അങ്ങനെയാണ്. ഒരു സുമാമ മാത്രമല്ല, ലക്ഷക്കണക്കിന് സുമാമമാർ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാം മനുഷ്യന്റെ മനസ്സിനോട് സംസാരിക്കുന്നു. അവിടെ ആളുകളെ ഭീതിപ്പെടുത്തിയിട്ട് ആ മനസ്സ് നേടിയെടുക്കാൻ കഴിയില്ല എന്നത് മനഃശാസ്ത്രത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ സത്യം. അതുകൊണ്ട് തന്നെ ആളുകളെ ഭീതിപ്പെടുത്തുക എന്നൊരു ഏർപ്പാട് ഇസ്ലാമിക സംജ്ഞയിലില്ല. തീർച്ചയായും കുറ്റവാളിയെ ഭീതിപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും ഇസ്ലാമിക രാഷ്ട്രത്തിൽ. എതിരാളിയെ, ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി കടന്നു വരുന്ന എതിരാളിയെ ഭീതിപ്പെടുത്തി പ്രതിരോധിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകും ഇസ്ലാമിക രാഷ്ട്രത്തിൽ. പക്ഷേ ഒരാദർശം എന്നുള്ള നിലക്ക് ആളുകളെ ഭീതിപ്പെടുത്തി നിലനിർത്തുക എന്നൊരു ഏർപ്പാട് ഇസ്ലാമിലില്ല. ടെററിസം പുതിയൊരു ടേം, അതുണ്ടാകുന്നതിന് ലോക ചരിത്രത്തിൽ, ആധുനിക കാലഘട്ടത്തിന്റെ ചരിത്രത്തിൽ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി പറയും, ആരും പറയും, ഏത് ചരിത്രകാരനും പറയും, ഏത് രാഷ്ട്രീയ നിരീക്ഷകനും പറയും, ഏത് സാംസ്കാരിക വിദഗ്ധനും പറയും, അല്ല, ഭീകരത ഇസ്ലാമിൻ്റെതല്ല. 1980-കൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ നടന്ന പോരാട്ടത്തിന്റെ സമയമായിരുന്നു. ആ സമയത്ത് അമേരിക്ക മുസ്ലിങ്ങളെ സഹായിക്കാൻ എന്നുള്ള രൂപത്തിലായിരുന്നു അവിടെ പട്ടാളക്കാരെ പറഞ്ഞയച്ചിരുന്നത്. അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അറിയാം, എണ്ണ ലക്ഷ്യങ്ങൾ. 1980-കളിൽ നടന്ന അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലെ അമേരിക്കയിലെ കാഴ്ച ന്യൂയോർക്കിലും അമേരിക്കയിലെ മറ്റ് വ്യത്യസ്തങ്ങളായ എയർപോർട്ടുകളിലും, ലോസ് ആഞ്ചലസിനെ പോലെയുള്ള അറിയപ്പെടുന്ന എയർപോർട്ടുകളിലുമെല്ലാം സ്ഥിരം കാഴ്ച ശവങ്ങളുടെ വരവായിരുന്നു. പടയാളികളുടെ ശവങ്ങളുടെ വരവ്, തിരിച്ചുവരവ്, ഇത് സ്ഥിരം കാഴ്ചയായിരുന്നു അവിടെ. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക പറഞ്ഞയച്ച പടയാളികളിൽ പലരും മരിച്ചു തിരിച്ചു വരുന്ന കാഴ്ച. ഇതിന്റെ വെളിച്ചത്തിൽ 1980-കളുടെ അവസാനത്തിൽ ഒരു പുനർവിചിന്തനത്തിന്റെ കാലഘട്ടമായി അമേരിക്കയുടെ രാഷ്ട്രീയ നിരീക്ഷകർക്കാരെ കരുതുന്ന സമയം. അന്നാണ് വില്യം എസ് ഡെയിൽ ഒരു പുതിയ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്, 4th ജനറേഷൻ വാർഫെയർ. അദ്ദേഹം പറഞ്ഞു വന്നത്, ലോകത്ത് ഇന്ന് നടന്നു വരുന്നത് ഒരു 4th ജനറേഷൻ വാർഫെയർ ആണ്, 4ാം തലമുറ യുദ്ധമാണ്. മുമ്പെല്ലാം യുദ്ധങ്ങൾ നടന്നിരുന്നത് രാജ്യങ്ങൾ തമ്മിലായിരുന്നു. ഇപ്പോൾ നടക്കുന്നത് അംഗീകൃതമായ രാജ്യം ഒരു തരത്ത് നിൽക്കുക, അംഗീകൃതമല്ലാത്ത ആൾക്കൂട്ടങ്ങളുടെ യുദ്ധങ്ങൾ നടക്കുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ആൾക്കൂട്ടങ്ങളെ എങ്ങനെ ബുദ്ധിപരമായി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെ നിന്നാണ് കാലഘട്ടത്തിലെയും വിദഗ്ധനായ
മിഡിൽ ഈസ്റ്റ് വിദഗ്ധൻ എന്നറിയപ്പെടുന്ന ബെർണാഡ് ലൂയിസ് ഈ 4th ജനറേഷൻ വാർഫെയർ എന്നുള്ള ആശയത്തെ വിപുലീകരിക്കുന്നത്. അതിനുശേഷം യഥാർത്ഥത്തിൽ 4th ജനറേഷൻ വാർഫെയറിന്റെ കാലമാണ്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധത്തിന്റെ കാലം. സാമ്രാജ്യത്വത്തിന് ലോകത്ത് നിർവഹിക്കുവാനുള്ള 2 ദൗത്യങ്ങളുണ്ട്. ഒന്ന്, എക്കാലഘട്ടത്തിലുമുള്ള സാമ്രാജ്യത്വം പല രൂപങ്ങളിലാണ്. ഇപ്പൊ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരൻ വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിക്കൊണ്ടാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പണി എന്താ? കച്ചവടം ചെയ്യലാണ്. എന്താ കച്ചവടം പണി? അവരുടെ ലക്ഷ്യം അവരുടെ കൊള്ളരുതാത്ത സാധനങ്ങൾ ആളുകളെ പ്രലോഭിപ്പിച്ച് ഇവിടെ അടിച്ചേൽപ്പിക്കുക, തിരിച്ച് ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളെ പിടിച്ചു കൊണ്ടുപോവുക. ഇതായിരുന്നു അവരുടെ കച്ചവടം. അതുകൊണ്ടാണ് നമ്മൾ പ്രതിരോധിച്ചത്. ഇന്ത്യയിലുള്ള ആളുകൾ പ്രതിരോധിച്ചതാണ്. ഇന്ത്യക്കാർക്ക് കച്ചവടം മുമ്പും പരിചയമുണ്ട്. അറബികളിവിടെ കച്ചവടം നടത്തിയിട്ടുണ്ട്, ജൂതന്മാരിവിടെ കച്ചവടം നടത്തിയിട്ടുണ്ട്. അവരെല്ലാം കച്ചവടത്തിന് വന്നു, കച്ചവടം ചെയ്തു. അവർ കുരുമുളക് കൊണ്ടുപോയി പകരം പലരും ഇങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കച്ചവടം നടന്നു. ആ കച്ചവടത്തെ ആരും പ്രതിരോധിച്ചിട്ടില്ല. പക്ഷേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുൻപ് തന്നെ ഇവിടേക്ക് കടന്നു വന്ന പറങ്കികളുടെ കച്ചവട കപ്പലിനെ പ്രതിരോധിക്കുവാനുള്ള കാരണം ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് കച്ചവടമല്ല ഇവർ ചെയ്യുന്നത് എന്ന് മുസ്ലിങ്ങളും ഇന്ത്യക്കാരായ വിവരമുള്ള ആളുകളും മനസ്സിലാക്കിയിരുന്നു. മുസ്ലിങ്ങളിൽ നിന്നാണ് അത് കിട്ടിയത്. കാരണം അവരായിരുന്നല്ലോ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോയി കച്ചവടം ചെയ്തിരുന്നത്. അപ്പോ അവരിവിടെ വന്നത്, ഇവിടെ അന്ന് അവർ കോളനി ഉണ്ടാക്കുകയാണ് ചെയ്തത്. മെല്ലെ കച്ചവടത്തിൽ വന്നു, പിന്നെ ഇന്ത്യയെ കോളനിയാക്കി, പല സ്ഥലങ്ങളെയും കോളനികളാക്കി, അവരുടെ രാജ്യങ്ങളാക്കി. എന്തിനാ അവർ കോളനികൾ ഉണ്ടാക്കിയത്? അവർ പറഞ്ഞത്, ലോകത്തെ സംസ്കാര സമ്പന്നർ ഞങ്ങൾ, വെളുത്ത തൊലിയുടെ ഉടമസ്ഥന്മാർ, വെള്ള മനസ്സിന്റെ ആളുകൾ, വിവരമുള്ളവർ, കറുത്തവർ, വിവരമില്ലാത്തവർ, പൊട്ടന്മാർ, അവരെ ഭരിക്കുവാൻ ഞങ്ങൾക്ക് അധികാരം, ഞങ്ങൾക്ക് അവകാശം. കാരണം അവരെ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയായിരുന്നു അവരുടെ ഭാഷ, അവരുടെ ബുദ്ധിജീവികളുടെ ഭാഷ. ഈ പ്രാകൃതന്മാരെ സംസ്കാരത്തിലേക്ക്, കൾച്ചറിലേക്ക് കൊണ്ടുപോകണം, സിവിലൈസ്ഡ് ആക്കണം. ആ സിവിലൈസ്ഡ് ആക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വേണം, ഞങ്ങൾ ഇവിടെ ഭരിക്കണം. പക്ഷേ അവർ സിവിലൈസ്ഡ് ആക്കിയത് അവർ സിവിലൈസ്ഡ് ആക്കുന്നു എന്ന പുറമോടിയോടുകൂടി ചെയ്തത് ഈ നാട്ടിലെ എല്ലാ സമ്പത്തും കൊള്ളയടിച്ചു കൊണ്ടുപോകലാണ്. സാമ്രാജ്യത്വത്തിനോ പുതിയ കാലത്തും അത് തന്നെയാണ് ചെയ്യാനുള്ളത്. പുതിയ കാലത്തും അത് തന്നെയാണ് ചെയ്യാറുള്ളത്. അവർക്ക് 2 കാര്യങ്ങളാണുള്ളത്. അവരുടെ അനാവശ്യമായ സാധനങ്ങൾ ലോകത്തിന് അടിച്ചേൽപ്പിക്കണം, ലോകത്തിന്റെ അടുത്ത് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് കൊണ്ടുപോകണം. ഇന്ന് ലോകത്തിന്റെ അടുത്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണയാണ്, സംശയമൊന്നുമില്ല. എണ്ണ, വേറെ എല്ലാം അവർക്ക് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ എണ്ണ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ അടുത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ലോകത്തിന്റെ ആവശ്യമായ അനാവശ്യമായ സാധനങ്ങൾ അവരുടെ അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ആയുധങ്ങളെ പോലെയുള്ള, സൗന്ദര്യവർദ്ധക വസ്തുക്കളെ പോലെയുള്ള അത്തരം ഒരുപാട് സാധനങ്ങൾ. ഇതിന് ഈ ഒരു പ്രക്രിയ നടക്കണമെങ്കിൽ, അഥവാ ലോകത്ത് അവർക്ക് ആവശ്യമുള്ള, സാമ്രാജ്യത്വത്തിന് ആവശ്യമുള്ള എണ്ണ അവർക്ക് ലഭിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകത്ത് ചെലവഴിക്കുകയും ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ നടക്കണം പുതിയ കാലത്ത്. അവരുടെ നിയന്ത്രണത്തിലുള്ള രാജ്യങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അവരുടെ തലച്ചോറ് ഉപയോഗിച്ച് അവർക്ക് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാൻ പറ്റിയ രൂപത്തിൽ തലച്ചോറിനെ വെച്ചു കൊടുക്കണം. ഈ 2 കാര്യങ്ങളിലും ഈ മുസ്ലിം ലോകത്ത്, അല്ലെങ്കിൽ പെട്രോളുള്ള ലോകത്ത് ഒരു പ്രത്യേകതരം പ്രതിരോധം രൂപപ്പെടുകയാണ് 980-കൾ കഴിയുന്നതോടുകൂടി. സത്യത്തിൽ ആ പ്രതിരോധം 980-കൾ കഴിയുന്നതോടുകൂടിയല്ല, അതിന് മുൻപേ ഉണ്ട്. ഇവരുടെ ശ്രദ്ധ 980-കൾക്ക് ശേഷമാണ് അവിടെ വന്നത് എന്നതുകൊണ്ടാണ് പ്രതിരോധം. അത് ഒന്നാമത്തേത് എണ്ണയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ഇവിടെയെല്ലാം രാജഭരണ സംവിധാനമായിരുന്നു നിലനിന്നിരുന്നത്. തീർച്ചയായും രാജഭരണ സംവിധാനത്തിന് ഒരുപാട് കോട്ടങ്ങൾ ഉണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിന് ഒരു സ്ഥായിയായ തീരുമാനങ്ങൾ എടുക്കുവാനും തീരുമാനങ്ങൾ നിലനിർത്തുവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്.
ജനാധിപത്യത്തെക്കാൾ. അതിന്റെ ജനാധിപത്യത്തിന്റെയും രാജഭരണ സമ്പ്രദായത്തിന്റെയും ഗുണദോഷങ്ങളെ ഞാൻ അപഗ്രഥിക്കുകയല്ല ഇപ്പോൾ. മറിച്ച് രാജഭരണമാകുമ്പോൾ സ്വാഭാവികമായും അത് തലമുറകളായി കൈകാര്യം ചെയ്യപ്പെടുകയും ആ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു തീരുമാനിക്കപ്പെട്ട പോളിസി അതേപോലെ തന്നെ തുടരാനുള്ള സാധ്യത വളരെയേറെയാണ്. മറ്റേത് ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ആ പോളിസി ആ ഭരണാധികാരിയെ മാറ്റുന്നതോടുകൂടി മാറ്റുന്നതിന് എളുപ്പമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഈ ഒരവസ്ഥ നിലനിൽക്കുന്ന പല പ്രദേശങ്ങളെയും അവിടെ എന്തെങ്കിലും രൂപത്തിലുള്ള കുഴപ്പങ്ങൾ നിലനിന്നാൽ മാത്രമേ സാമ്രാജ്യത്വത്തിന് അവിടെ ഇടപെടാൻ കഴിയൂ. ഇടപെട്ടാൽ മാത്രമേ എണ്ണയെ തങ്ങൾക്ക് ഊറ്റിയെടുക്കാൻ കഴിയൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യമില്ലാത്ത സാധനങ്ങളെ വാങ്ങിപ്പിക്കുന്നതിന് അതിൻ്റെതായൊരു തന്ത്രമുണ്ട്. ആ തന്ത്രത്തിന്റെ പുതിയ കാലത്തെ പേരാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിന് അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങളുണ്ട്. മാർക്കറ്റിംഗ് ഒരു വസ്തുവിന്റെ ഗുണനിലവാരം നോക്കിക്കൊണ്ട് കാര്യങ്ങൾ വാങ്ങുക എന്ന ഏർപ്പാട് നിലനിൽക്കുന്നിടത്തോളം കാലം അനാവശ്യമായ സാധനങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ കഴിയില്ല. അവിടെ ഗുണനിലവാരത്തിന് പകരം തലച്ചോറിനെ അടിമപ്പെടുത്തുന്ന മറ്റ് കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകണം. അതിനുവേണ്ടി ട്രെയിൻ ചെയ്യപ്പെട്ട ആളുകൾ ഉണ്ടാകണം. അതിനുവേണ്ടി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട ആളുകൾ ഉണ്ടാകണം. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾ ഉണ്ടാകണം. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി ആളുകളുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാകണം. ഇതിനെ മുതലാളിത്തം അല്ലെങ്കിൽ സാമ്രാജ്യത്വം ഉപയോഗിക്കുന്ന 5 മാർഗങ്ങളാണ്. ഒന്ന്, എക്സിക്യൂട്ടീവുകളെ തങ്ങളുടെ അടിമകളാക്കി തീർക്കലാണ്. 2, മാർക്കറ്റിനെ തങ്ങളുടെ അടിമയാക്കി തീർക്കലാണ്. 3, ഉപഭോക്താവിനെ വസ്തുവിന്റെ അടിമയാക്കി തീർക്കലാണ്. ഇതിന് 3നും ഉപയോഗപ്പെടുത്തുന്ന മാർഗങ്ങൾ, എക്സിക്യൂട്ടീവിനെ തങ്ങളുടെ അടിമയാക്കി തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, ഒന്ന് ലഹരിയും മറ്റൊന്ന് പെണ്ണിന്റെ ശരീരവുമാണ്. മാർക്കറ്റിനെ തന്റെ അടിമയാക്കി തീർക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ പലിശയും ലോട്ടറിയുമാണ്. ഉപഭോക്താവിന്റെ തലച്ചോറിനെ തങ്ങളുടെ അടിമയാക്കി തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ പ്രധാനമായും പെണ്ണിന്റെ ശരീരമാണ്. നമുക്ക് എളുപ്പം മനസ്സിലാവും അഡ്വർടൈസ്മെന്റിൽ പെണ്ണിന്റെ ശരീരം കടന്നു വരുന്നത് എങ്ങനെയാണ്. ഞാൻ വിശദീകരിക്കണില്ല, അതിനെക്കുറിച്ചെല്ലാം ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ളൂ. ഈ 5 സാധനങ്ങളും, മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഈ 5 സാധനങ്ങൾ, ഇതിനോട് മുഴുവനും പുറംതിരിഞ്ഞു നിൽക്കുന്ന ആദർശമാണ് ഇസ്ലാം. പെണ്ണിന്റെ ശരീരത്തെ പുറത്തു കാണിക്കുവാൻ ഇസ്ലാം അനുവദിക്കില്ല. പെണ്ണിന്റെ ശരീരം ഉപയോഗിക്കുവാൻ അർഹതപ്പെട്ട തന്റെ ഇണക്കല്ലാതെ മറ്റൊരാൾക്കും ഇസ്ലാം അനുവാദം നൽകില്ല. പലിശക്ക് കടന്നു വരാൻ ഒരു അവസരവുമില്ല. ലോട്ടറി ഇസ്ലാമിൽ നിഷിദ്ധമാണ്. മദ്യമാണെങ്കിൽ, ലഹരിയാണെങ്കിൽ ഒരു കാരണവശാലും ഇസ്ലാം അനുവദിക്കില്ല. ഈ 5നോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക ആദർശത്തെ സമർത്ഥമായി തമസ്കരിച്ചുകൊണ്ടല്ലാതെ മാർക്കറ്റിങ്ങിന്റെ ടെക്നിക്സ് ഒന്നും വിജയിക്കില്ല. അതൊരു തലം. മറ്റൊരു തലം ഞാൻ നേരത്തെ പറഞ്ഞ പെട്രോളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇത് രണ്ടും നടക്കണമെങ്കിൽ അവിടെ സൈനികമായ നടപടികൾ നടക്കണം. ആ സൈനിക നടപടികൾ നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. നമ്മൾ പോയിട്ട് ചെയ്തുകൂടാ. ഇതാണ് 4th ജനറേഷൻ വാർഫെയർ. അവിടെയാണ്, ആ കാലത്താണ് 980-കൾ മുതൽക്കാണ്, 80-കളുടെ അവസാനം മുതൽക്കാണ് ലോകത്ത് ഭീകരവാദം എന്ന ഒരു സാധനം ഉണ്ടായി വരുന്നത്. ഇസ്ലാമിൻ്റെതാണ് ഭീകരതയെങ്കിൽ 14 നൂറ്റാണ്ടുകളായി നിലനിൽക്കേണ്ടതാണത്. ടെറർ എന്ന പദം ഇംഗ്ലീഷിൽ പുതുതല്ല. ഇംഗ്ലീഷിൽ ടെറർ എന്ന പദം പുതിയതല്ല. പഴയ ഇംഗ്ലീഷിലുള്ള പദമാണ് ടെറർ എന്നുള്ള പദം. ടെറർ ഒരു ഇസം ആണെങ്കിൽ
അഥവാ തങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ് ടെറർ എങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് നിഷ്പന്നമാക്കുന്നതാണ് ടെററിന്റെ അഥവാ ഭീകരതയുടെ പ്രത്യയശാസ്ത്രമെങ്കിൽ 14 നൂറ്റാണ്ടുകളായി ദീർഘമായി നിലനിന്നിരുന്ന ഒരു സാധനമാകണം ടെററിസ്റ്റ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ മുൻപും പലരും ടെററിസ്റ്റുകൾ എന്ന് വിളിച്ചിട്ടുണ്ടാകണം, മുസ്ലിങ്ങൾ എന്നുണ്ടായതല്ല. പക്ഷേ ചരിത്രത്തിൽ എവിടെയും 980-കൾക്ക് മുമ്പ് മുസ്ലിങ്ങളെ ടെററിസ്റ്റുകൾ എന്ന് വിളിച്ചത് കാണുന്നില്ല. ടെററിസം എന്ന പദം പോലും പുതിയതാണ്. ആ പദം ഉണ്ടാകുന്നത് പുതിയ രൂപത്തിൽ തലച്ചോറ് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെടാൻ ആരംഭിക്കുമ്പോഴാണ്. ആ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് പ്രധാനമായും ഉപയോഗിക്കപ്പെട്ടത് വിഷ്വൽ മീഡിയയാണ്, അഥവാ ദൃശ്യമാധ്യമത്തെയാണ്, ടെലിവിഷനെ എന്നർത്ഥം. ഈ വിഷ്വൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിഷ്വൽ മീഡിയ ഉണ്ടായി വന്നതോടുകൂടി ഉണ്ടായൊരു സംഭവം, മുമ്പ് റേഡിയോയിലൂടെ മാത്രം നിലനിന്നിരുന്ന എല്ലായിടത്തും സംപ്രേഷണം ചെയ്യപ്പെടുക എന്നത് ഒരാശയമോ ആ രൂപത്തിലുള്ള ശ്രാവ്യ സുഖം നൽകുന്ന ഏതെങ്കിലും എന്റർടൈൻമെന്റ്സോ മാത്രമായിരുന്നു അങ്ങനെ ലോകത്ത് സ്പ്രെഡാവുകയെങ്കിൽ, ദൃശ്യമാധ്യമങ്ങൾ വന്നതോടുകൂടി ലോകത്ത് സ്പ്രെഡാകുന്നത് ഈ ദൃശ്യമായ എല്ലാം സ്പ്രെഡാകുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥ ഉണ്ടായ സന്ദർഭത്തിൽ തന്നെയാണ് ഈ രണ്ടിനും, ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ മാർക്കറ്റിങ്ങിനും ദൃശ്യമാധ്യമത്തെ ഉപയോഗപ്പെടുത്തുക, അതേപോലെ തന്നെ 4th ജനറേഷൻ വാർഫെയറിനും ഈ മാധ്യമത്തെ ഉപയോഗപ്പെടുത്തുക എന്ന തലത്തിലേക്ക് അവർ കടന്നു വരുന്നത്. അതുമുതൽക്കാണ് ഇസ്ലാം ഭീകരതയാണ് എന്ന പ്രചാരണം വ്യാപകമാകുന്നത്. ഞാൻ സൂചിപ്പിച്ചു 989-ലാണ് ആദ്യമായി ഈ 4th ജനറേഷൻ വാർഫെയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക്, അമേരിക്ക എന്ന രാജ്യം ഉണ്ടായിട്ട് കുറെ നാളായി, പക്ഷെ 1990-കളുടെ മധ്യം മുതൽ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഒരു പ്രത്യേക ദൗത്യമുണ്ട്. ഈ വിഷയത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായി മനസ്സിലാക്കണം. അതാരംഭിക്കുന്നത് 1996-ലാണ്. ആ ദൗത്യം അമേരിക്കയിലെ നാഷണൽ ഇന്റലിജൻസ് കൗൺസിൽ, NIC എന്ന ഒരു ബോഡിയുണ്ട്. നാഷണൽ ഇന്റലിജൻസ് കൗൺസിൽ എന്നത് ഒരു ഇന്റലിജൻസ് കൗൺസിൽ അല്ല, അവിടുത്തെ 6ഓളം ഇന്റലിജൻസ് കൗൺസിലുകളുടെ ഒന്നിച്ചുള്ള ഒരു ബോഡിയാണ്. ആ ബോഡി ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന സന്ദർഭത്തിൽ 1996 തുടങ്ങിയിട്ടുണ്ട്. പ്രസിഡന്റ് ആകുന്ന സന്ദർഭത്തിൽ പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞു, പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ പ്രസിഡന്റ് പദം ഏറ്റെടുക്കുള്ളൂ. അപ്പൊ ഇലക്ഷന്റെ തിരക്ക് കഴിഞ്ഞു, പദം ഏറ്റെടുത്തിട്ടുള്ള തിരക്കുകളില്ല. അതിന്റെ നടുവിലുള്ള ലിഷർ ടൈമിൽ അവർക്ക് ലിഷറിന് വേണ്ടി കുടുംബസമേതം എവിടെയെങ്കിലും താമസിക്കുവാനുള്ള ഏർപ്പാട് ചെയ്യുന്നതോടൊപ്പം അവർക്ക് ഒരു ഡോക്യുമെന്റ് കൊടുക്കും. ആ ഡോക്യുമെന്റ് അടുത്ത 20 വർഷ കാലഘട്ടത്തിലേക്കുള്ള ലോകം എങ്ങനെയാകും എന്ന കാര്യത്തിലുള്ള ഇന്റലിജൻസ് ഏജൻസികളുടെ ഡോക്യുമെന്റാണ്. അവരുടെ ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവചനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡോക്യുമെന്റുകൾ പരിശോധിച്ചാൽ ഫ്യൂച്ചർ വേൾഡ് റിപ്പോർട്ടുകളാണിത്. ലോകം എങ്ങനെയാകും അടുത്ത വർഷങ്ങളിൽ എന്ന്, അടുത്ത 20 കൊല്ലത്തിൽ. ഈ റിപ്പോർട്ടുകളിൽ വളരെ ശ്രദ്ധേയമായ റിപ്പോർട്ടുകൾ മുഴുവൻ നമുക്ക് അപഗ്രഥിക്കാൻ നേരല്ല. വളരെ ശ്രദ്ധേയമായൊരു സാധനം, 2004 ജോർജ് W. ബുഷ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് NIC കൊടുത്ത ഫ്യൂച്ചർ വേൾഡ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വളരെ ശ്രദ്ധേയമാണ്. ആ റിപ്പോർട്ടിൽ 4 ഫിക്ഷണൽ സിനാരിയോ എന്ന് പറഞ്ഞിട്ട് 4 സംഭവങ്ങളുണ്ട്. അഥവാ ഉണ്ടായ കഥകൾ ആണ്. ഫിക്ഷണൽ സിനാരിയോ എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഊഹാധിഷ്ഠിതമായ കഥകൾ.
ഇതില് 2020 ഉസാമ ബിൻ ലാദന്റെ പേരക്കുട്ടി, മകന്റെ മകൻ, അദ്ദേഹം തന്റെ ഒരു ബന്ധുവിന് എഴുതുന്ന ഒരു കത്ത്, 2020 എഴുതാൻ പോകുന്ന ഒരു കത്തിനെ കുറിച്ചുള്ള ഫിക്ഷണൽ സിനാരിയോ ഉണ്ട്. 2020 എഴുതാൻ പോകുന്ന കത്ത്. ഈ കത്ത് പറയുന്നത്, ഈ ഫിക്ഷണൽ സിനാരിയോന്റെ ഹെഡിങ് തന്നെ ദ എമർജിംഗ് ഖാലിഫൈറ്റ് എന്ന്, ഉയർന്നു വരുന്ന ഖിലാഫത്ത് എന്നർത്ഥം. ആ കത്തിൽ പറയുന്നത്, നമ്മുടെ ഖലീഫ ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും ഒരുപാട് നന്മകൾ വിരിച്ച് കടന്നു പോകുന്നുണ്ടെങ്കിലും ആ ഖിലാഫത്തിനെ കുറിച്ച്, ഖലീഫയുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് വളരെ സംശയമുണ്ട്. നമുക്ക് ഖലീഫ ഉണ്ടായി വന്നത് ഭയങ്കരമായ നന്മയാണ്. നമുക്ക് ആ ഖലീഫ എന്നുള്ളത് ലോകത്തെ പല മുസ്ലിം നാടുകളെയും നമുക്ക് ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പല ഉപകാരങ്ങളുണ്ടായി, കാര്യങ്ങളുണ്ടായി എന്നെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കഥ. നാം മനസ്സിലാക്കണം, 2004 ലോക സാഹചര്യത്തിൽ 2014 IS എന്നുള്ള സംഘടന പ്രഖ്യാപിച്ചതിന് ശേഷം അവർ ലോക ഖിലാഫത്ത് എന്ന വാദവുമായി വന്നൊരു ഖലീഫയെ പ്രതിഷ്ഠിച്ചതിന് ശേഷം മാത്രം ലോകത്തിനറിയാവുന്ന കാര്യം, അമേരിക്കൻ മിലിറ്ററി, അമേരിക്കൻ ഇന്റലിജന്റ് ഏജൻസികൾക്ക് എങ്ങനെയാണ് 2004 മനസ്സിലായത്? അവരുടെ ബുദ്ധികൂർമ്മത കൊണ്ട് ഭാവി കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിക്കാൻ കഴിഞ്ഞതാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാകണം നമ്മൾ എന്ന്, വിഡ്ഢികളാകണോ നമ്മൾ എന്ന് നമ്മൾ ആലോചിക്കും. ഇവിടെയാണ് ഭീകരത ഇസ്ലാമിൻ്റെതല്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ഭീകരത ഉണ്ടാകാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫമൻ ഖതല നഫ്സൻ ബിഗൈറി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിൽ, ഇന്നഹു മൻ ഖതല നഫ്സൻ, ആരെങ്കിലും ഒരാളെ, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ, അയാൾ ഏത് ജാതി ഏത് മതം എന്നൊന്നുമില്ല, നിരപരാധിയാണോ, അയാൾ ഒരാളെ കൊന്നതിന് പകരമായോ അല്ലെങ്കിൽ നാട്ടിൽ കലാപമുണ്ടാക്കിയതിന് പകരമായോ ഒരു ഇസ്ലാമിക രാഷ്ട്രം കൊല്ലുക എന്നല്ലാതെ വെറുതെ ഒരാളെ കൊന്നു കളഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമമാണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിന് ഒരു കാരണവശാലും ഭീകരത എന്നുള്ളൊരു ആദർശത്തെ സ്വീകരിക്കാനേ കഴിയില്ല. അപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാകുന്ന ഭീകരത ഇസ്ലാമിൻ്റെതല്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് വന്നു? അതാണ് ലോക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്ന അത്ഭുതകരമായ സംഗതികൾ. ഉസാമ ബിൻ ലാദനോടൊപ്പവും ഐമൻ സവാഹിരിയോടൊപ്പവും ജീവിച്ചിരുന്ന നഈം നബീൽ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഇന്ന് അതിൽ നിലം പോന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇസ്ലാമിക് ഒരു ഡെമോക്രാറ്റിക് ജിഹാദ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈജിപ്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ലബനോനിലെ അൽമൈദാൻ ടിവിക്ക് 2013 നൽകിയ ഒരു അഭിമുഖമുണ്ട്. അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നത്, അദ്ദേഹം അവരോടൊപ്പം ജീവിച്ച ഇയാളാണ്. അദ്ദേഹം ആ അഭിമുഖത്തിൽ വളരെ പച്ചയായി പറയുന്നത്, സാമ്രാജ്യത്വത്തിന്റെ കൃത്യമായ ഏജന്റുകളാണ്, അവർ സൃഷ്ടിച്ചുവിടുന്നതാണ് ഈ ഭീകര ഗ്രൂപ്പുകളെ എന്ന്. 2006 അബൂബക്കർ ബാഗ്ദാദി എന്ന് പറയുന്ന മനുഷ്യൻ അമേരിക്കൻ ജയിലുകളിൽ നിന്ന് പുറത്തു വരുന്നത് തന്നെ വലിയൊരു ദൗത്യവുമായിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ലബനാനിലും ജോർദാനിലുമെല്ലാം IS ക്യാമ്പുകൾ ഉണ്ടാക്കുക എന്ന ദൗത്യത്തിന് കോടിക്കണക്കിന് ഡോളറുകളാണ് അദ്ദേഹത്തിന് അവർ ചെയ്തത്. അദ്ദേഹം 2013 പറയുന്നത്, യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും കാഷ്വാലിറ്റീസ് ഉണ്ടാകും. എതിരാളിക്ക് മാത്രമല്ല തകർച്ചയുണ്ടാവുക, അവരുടെ പടയാളികളും കൊല്ലപ്പെടും, അവരുടെ പടയാളികൾക്കും അപകടം പറ്റും, അവരുടെ പടയാളികൾക്കും അംഗവൈകല്യം ഉണ്ടാകും. അദ്ദേഹം വെല്ലുവിളിക്കുന്നു, ഇവരുടെ നാടുകളിലുള്ള ആശുപത്രികളിൽ ആ പടയാളികളെ ചികിത്സിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആ പടയാളികളെ, അപകടം പറ്റിയ പടയാളികളെ കാണണമോ,
ടെല്ലവീവിൽ പോയി നോക്കിയാൽ മതി, അവിടുത്തെ പ്രഗത്ഭമായ ആശുപത്രികളിൽ സ്വകാര്യമായി അവർ ചികിത്സിക്കപ്പെടുന്നു എന്ന് പറയുന്നത് നബിയിലാണ്. ഇതെല്ലാം തീർച്ചയായും നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, എല്ലാം കൃത്യമായി ഡോക്യുമെന്റഡ് ആയിട്ടുള്ള സംഗതികളുടെ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ പോലും ഒരാൾക്ക് നിഷേധിക്കണമെങ്കിൽ നിഷേധിക്കാം. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭീകരത ഇസ്ലാമുമായി, ഇസ്ലാമിക ആദർശങ്ങളുമായി ഒരിക്കലും ബന്ധമില്ലാത്തതാണെന്നുള്ളത്. മുസ്ലിം ലോകത്തേക്ക് ഇത്തരം ആശയങ്ങൾ കടന്നു വരുന്നത് തന്നെ യഥാർത്ഥത്തിൽ സ്വഹാബിമാരുടെ കാലത്ത് തന്നെയുണ്ട്. ആരായിരുന്നു അത് കൊണ്ടുവന്നത്? ചരിത്രം പഠിച്ചിട്ടുള്ള ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ വരികയാണ്, യമനിലെ ഒരു ജൂതൻ. അദ്ദേഹം അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ച് അബ്ദുല്ലാഹിബ്നു സബഅ എന്നറിയപ്പെട്ടു. അദ്ദേഹം നല്ല കുശാഗ്ര ബുദ്ധി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണമാകുമ്പോൾ ഏതാനും വർഷങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. പ്രവാചക സ്നേഹം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മദീനയിലെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട്, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിന്റെ ഫളല് പറഞ്ഞിട്ട്, റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെങ്കിൽ സഹോദരങ്ങളെ, പ്രവാചകൻ ഇഷ്ടപ്പെട്ട പ്രവാചകന്റെ കുടുംബത്തെ നമുക്ക് സ്നേഹിച്ചൂടെ എന്ന് ചോദിച്ചിട്ട് അഹ്ലുബൈത്തിനോടുള്ള സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രചാരണം. ആ അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം മെല്ലെ പോയി അലിയോടുള്ള സ്നേഹത്തെ വിഗ്രഹവൽക്കരിച്ച് അലി ഇരിക്കേണ്ട കസാലിയിൽ ഈ ഉസ്മാൻ ഇരുന്നത് കൊണ്ടാണല്ലോ സകല കുഴപ്പമുണ്ടാവുന്നത്. അവൻ കണ്ടില്ലേ, അവരങ്ങോട്ട് മാറ്റി, ഇവരങ്ങോട്ട് മാറ്റി. അല്ലെങ്കിൽ തന്നെ ഉസ്മാന് പ്രായം കുറെ കൂടുതൽ, അവനാണല്ല കുഴപ്പക്കാരനല്ല പ്രശ്നക്കാരനും. ഭരണാധികാരിക്കെതിരുള്ള എന്തെങ്കിലെല്ലാം പറഞ്ഞാൽ അത് ഏറ്റു പറയാൻ ആളുകൾ ഒരുപാടുണ്ടാകും. നിയമം നടപ്പാക്കുന്നവന് ശത്രുക്കൾ ഉണ്ടാവുക എളുപ്പമാണ്. കാരണം നിയമം എന്നുള്ളത് നീതിയോടൊപ്പമുള്ളതാണ്. നീതി എല്ലായ്പ്പോഴും എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി നീതി നടപ്പാക്കുമ്പോൾ അനീതി അയാളോട് ചെയ്ത അയാൾക്കെതിരാകും. ആ നീതി സ്വാഭാവികമായും അയാൾക്ക് അയാളുടെ കാരണം ഉണ്ടാകും. ലോകത്ത് നീതിയുടെ കാലത്തിൽ ലോകത്ത് ഏറ്റവും വലിയ തെളിവായി തെളിവ് എന്ന് ലോകം അംഗീകരിച്ച ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതാണ്. കൊല്ലപ്പെട്ടപ്പോൾ ആ കൊലയാളിക്ക് പറയാനുണ്ടായിരുന്നത് ഉമർ എന്നോട് നീതി ചെയ്തില്ല എന്നായിരുന്നു. ലോകത്തിന്റെ നീതി മാതൃക, ഗാന്ധിജി പോലും നീതിയുടെ കാര്യത്തിൽ ചൂണ്ടിപ്പറഞ്ഞ വ്യക്തിത്വം, ലോകം എല്ലാവരും അംഗീകരിക്കുന്ന, മുസ്ലിങ്ങളും അല്ലാത്തവരും അംഗീകരിക്കുന്ന നീതി മാതൃക ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെതിരെ കൊലയാളിക്ക് പറയാനുണ്ടായിരുന്നത് തനിക്ക് അനീതി ഉണ്ടായി എന്നായിരുന്നു. അതങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്. ആ അനീതി സ്വാഭാവികമാണ്, ഓരോരുത്തർക്കും തോന്നാം. ഇതിനെ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് വളരെ സമർത്ഥമായി അവിടെയുള്ള യുവാക്കളെ സംഘടിപ്പിക്കുകയായിരുന്നു അബ്ദുല്ലാഹിബ്നു സബഅ. ഫലം മെല്ലെ അതാണ് പിന്നീട് ഖവാരിജിയത്തിലേക്ക് വളർന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിച്ചുകൊണ്ട് കയറി വന്ന ആളുകൾ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറഞ്ഞിട്ട് കയറി വന്ന ആളുകൾ, അലി റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആളുകൾ, അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പാട്ടിന് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അലിക്കെതിരാകുകയും. അതങ്ങനെയാണ് സ്വാഭാവികമായി. അപ്പോൾ മുതലാണ് അവർ ഖവാരിജികളായി മുസ്ലിം ലോകം അപ്പോൾ മുതലാണ് അവരെ പരിചയപ്പെടുന്നത്. സത്യത്തിൽ ആ ഖവാരിജിയത്ത്, അതിന്റെ വിത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ ഉണ്ട്. ആ ടീമിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് പിന്നിലും പ്രവർത്തിച്ചതിന്റെ തലച്ചോറ്. അവിടെ നിന്ന് എന്താ പിന്നെ ഉണ്ടാവുന്നത്? നീതിക്ക് വേണ്ടി എന്നുള്ള രൂപത്തിൽ ആയുധം എടുത്ത് ഓരോരുത്തരും നീതിക്ക് വേണ്ടി പോരാടുക. സായുധമായി ഒരു രാജ്യത്ത് ഓരോ ഗ്രൂപ്പുകളും നീതിക്ക് വേണ്ടി പോരാടിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപകടമല്ലാതെ ലോകത്തെ ഏത് നീതി വ്യവസ്ഥയിലും അപകടവും കുഴപ്പവുമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ? ഇസ്ലാമിന് അങ്ങനത്തെ ഒരു കുഴപ്പം അംഗീകരിക്കാൻ കഴിയുമോ? അല്ലെ, നീതിക്ക് വേണ്ടി വ്യക്തികൾ, പൗരന്മാർ സായുധമായി സംഘടിക്കുകയും പോരാടുകയും ചെയ്യുക എന്ന കലാപങ്ങൾ മാത്രം കൊയ്യുന്ന, കുഴപ്പങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന, ആളുകളെ കൊന്നൊടുക്കുന്ന കലാപത്തിന്റെ ഒരു ആദർശത്തിന് ഇസ്ലാമിന് കൂടെ നിൽക്കാൻ കഴിയില്ല. ഇസ്ലാം നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് അതിൻ്റെതായ നൈതികമായ മാർഗങ്ങളുണ്ട്.
ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ ലോകത്ത് നീതി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും അവിടെ നിന്ന് ആ തലച്ചോറിൽ നിന്ന് തുടങ്ങുകയും ചെയ്ത ഈ കലാപത്തിന്റെ ദർശനം, അതാണ് പുതിയ കാലത്ത് പുതിയ പുതിയ രൂപഭാവങ്ങളിൽ വന്നത്. അന്ന് അവിടെ നിന്ന് അബ്ദുല്ലാഹിബ്നു സബ രൂപം നൽകിയ ഷിയായിസം, ആ ഷിയായിസമാണ് സത്യത്തിൽ നീതിക്ക് വേണ്ടി ആയുധമെടുക്കണം ഓരോരുത്തരും എന്നുള്ള ആശയം കൊണ്ടുവന്നത്. അതങ്ങനെ കടന്നു വന്നാണ് പുതിയ കാലത്ത്, പുതിയ ജനാധിപത്യത്തിന്റെ ലിബറൽ ഡെമോക്രസിയുടെ കാലത്ത് ആ സായുധ സമരം പുതിയ രൂപഭാവങ്ങളിലേക്ക് കടന്നു വരികയും ഇസ്ലാമും ലിബറൽ ഡെമോക്രസിയും തമ്മിൽ സംഘട്ടനങ്ങൾ മാത്രമാണ് എന്ന് വരുത്തി തീർക്കുകയും എല്ലാം ചെയ്യുന്ന രചനകൾ ഉണ്ടാകുന്നത് ഈ തലച്ചോറിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തലച്ചോറിൽ നിന്നാണ്. ആ തലച്ചോറിന്റെ ഫലമാണ് ഇന്നും മുസ്ലിം ലോകത്തുള്ള കുഴപ്പങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് അബ്ദുല്ലാഹിബ്നു സബ ആരംഭിച്ച ജൂതന്മാരുടെ ശൃഗാല ബുദ്ധി തന്നെയാണ് ഇന്നും പുതിയ കാലത്തും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും മുസ്ലിങ്ങളെ കലാപകാരികളാക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. അതിനർത്ഥം ജൂതന്മാർ വേഷം മാറിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതാണ് IS-ന്റെയോ അൽ ഖായിദയുടെയോ പടയാളികൾ എന്നല്ല. അതുണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വളരെ ചുരുക്കമാകും. ജൂതന്മാരല്ല, യഥാർത്ഥ മുസ്ലിങ്ങളെ തന്നെ ഇതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ഇതാണ് യഥാർത്ഥത്തിലുള്ള മാർഗമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ഇതാണ് സ്വർഗപ്രവേശത്തിനുള്ള പാത എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവർ കടന്നു വരുന്നത്. അവർക്ക് അവരുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്, അവരുടേതായ താല്പര്യങ്ങളുണ്ട്. പക്ഷേ മീഡിയ ഉപയോഗപ്പെടുത്തി വളരെ സമർത്ഥമായി മുസ്ലിം ബഹുജനത്തെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയാണ്, ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. ആ ബ്രെയിൻ വാഷിങ്ങിന്റെ ഫലം മുസ്ലിം ബഹുജനം അതിലേക്ക് മെല്ലെ ആകൃഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകുന്നു. അതിന് കാരണഭൂതമായ അനീതി എല്ലായിടത്തും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യുന്നു. അതാണ് നീതി നിലനിൽക്കാത്തൊരു സമൂഹത്തിൽ അതിനോട് പ്രതിഷേധമുണ്ടാകും. അതാർക്കുണ്ടാകും? ആ പ്രതിഷേധം ഉണ്ടാകുവാൻ തക്ക രൂപത്തിലുള്ള സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുന്നു. ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം യുവാക്കളെ ഭീകരത മാത്രമാണ് നമുക്കുള്ള പരിഹാര മാർഗമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിമിന്റെ ദൗത്യം കടന്നു വരുന്നത്. പുതിയ കാലത്ത് ഏറ്റവും പ്രയാസകരമായ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ അപനിർമ്മിക്കുന്നു ഭീകരവാദികൾ എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിനെതിരെ വിമർശകർ ഉന്നയിച്ചിരുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ മുസ്ലിങ്ങൾ, ഇസ്ലാമിക പ്രബോധകന്മാർ അക്കമിട്ട് മറുപടി പറഞ്ഞിരുന്ന വിമർശനങ്ങൾ, ആ മറുപടിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല പഴയ കാലത്തും പുതിയ കാലത്തുമൊന്നും. ഓറിയന്റലിസ്റ്റുകൾ ആ മറുപടിയെ ശാസ്ത്രീയമായി അവതരിപ്പിച്ചു. മറുപടിയല്ല, വിമർശനത്തെ. ഓറിയന്റലിസ്റ്റുകൾ 16, 17, 18 നൂറ്റാണ്ടുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശനങ്ങളെ ശാസ്ത്രീയമായി അവതരിപ്പിച്ചു. ശാസ്ത്രീയമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തെളിവുകൾ കുത്തിനിറച്ചുകൊണ്ട് വളരെ സമർത്ഥമായി വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അവതരിപ്പിച്ചു. ഒരു നിഷ്പക്ഷനായ വായനക്കാരന് പോലും അതങ്ങനെയെല്ലാമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ. അതിന് മുസ്ലിം ലോകത്ത് ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും മാത്രമല്ല പ്രത്യാക്രമണമുണ്ടായി. അവര് ആ ഓറിയന്റലിസ്റ്റുകൾ ഉപയോഗിച്ച അതേ ആയുധം ഉപയോഗിച്ച മുസ്ലിം ലോകത്ത് ശക്തമായ രചനകൾ ഉണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിച്ചുകൊണ്ട്. ഇപ്പോഴും മുസ്ലിം ലോകം മാത്രം പറയുന്നു, മുസ്ലിങ്ങൾ, ഇസ്ലാമിക പ്രബോധകർ എല്ലാ സമൂഹത്തിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലഘട്ടത്തിലുള്ള പ്രവാചക ജീവിതം ലോകത്തിന്റെ മുന്നിൽ തുറന്നു വെച്ചിരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വല്ല വിമർശനവുമുണ്ടോ, വല്ല പുഴുക്കുത്തുകളും അവതരിപ്പിക്കാനുണ്ടോ? അവതരിപ്പിക്കൂ, തുറന്നവതരിപ്പിക്കൂ. ഞങ്ങൾ മറുപടി പറയാം. രണ്ടും ലോകം കേൾക്കട്ടെ, എന്നിട്ട് ലോകം തീരുമാനിക്കട്ടെ. പ്രവാചകൻ മാനവികതാവാദിയാണോ അതല്ല പ്രവാചകൻ പിശാചായിരുന്നോ എന്ന് ലോകം തീരുമാനിക്കട്ടെ എന്ന് പറയാൻ, ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ, ചരിത്ര കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ ഇസ്ലാമിക പ്രബോധകർക്കല്ലാതെ മറ്റാർക്കാണ് ഇവിടെ ധൈര്യമുള്ളത്? ഇല്ല, ആർക്കില്ല. ലോക ചരിത്രത്തെ ആരെങ്കിലും ഒരാളെ കുറിച്ച് ഇത് അയാളെ വിമർശിച്ചോ, അതിനെ ഞങ്ങൾ മാനവികമായ മറുപടി നൽകാം, നിങ്ങൾ എന്നിട്ട് ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊള്ളോളൂ എന്ന് പറയാൻ ധൈര്യമുള്ള ഏത് വ്യക്തിത്വമുള്ളത്?
റസൂലുള്ളാഹി മാത്രമേ ഉള്ളൂ. അത് പറയാൻ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പ്രവാചക വ്യക്തിത്വത്തിൽ ഒരു കളങ്കവും ഇല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഏത് വിമർശനം വരികയാണെങ്കിലും പ്രവാചക വ്യക്തിത്വത്തിന്റെ കൃത്യമായ പരിചയം ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശുഭ്ര ജീവിതത്തിൽ ഒരു കളങ്കമെങ്കിലും ആരോപിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് മുസ്ലിങ്ങൾക്ക് 100% ബോധ്യമുള്ളത് കൊണ്ടാണ് അശ്വദന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് പറയാൻ മുസ്ലിമിന് കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം ഉജ്ജ്വല പ്രഭാവത്തോടുകൂടി നിൽക്കുമ്പോഴതാ കുറെ ആളുകൾ പ്രവാചകന്റെ ചര്യ സ്വീകരിച്ചവരത് പറഞ്ഞിട്ട് അതേ കോലവും രൂപവുമെല്ലാം സ്വീകരിച്ച് ഇന്നലെ വരെ വിമർശകർ എന്ത് വിമർശനം ഉന്നയിച്ചോ അത് ഞങ്ങൾ പ്രയോഗവൽക്കരിക്കുകയാണ് എന്ന രൂപത്തിൽ രംഗത്ത് വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപനിർമ്മിക്കപ്പെടുകയാണ്. ഒരു പച്ച മനുഷ്യനെ കത്തിച്ചു കൊല്ലുന്ന സന്ദർഭത്തിൽ ആയത്തും ഹദീസും ഇങ്ങനെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ അത്ഭുതമാണ്. കാടുകളിൽ ജീവിക്കുന്ന, കാടുകൾക്കകത്ത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു, മരുഭൂമികളിൽ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന ആളുകൾ അവർ ഉണ്ടാക്കിവിടുന്ന വീഡിയോ ദൃശ്യങ്ങൾ എത്ര സാങ്കേതിക തികവോടുകൂടിയാണ്, എത്ര സാങ്കേതിക മികവോടുകൂടിയാണ് പുറത്തിറങ്ങുന്നത് എന്നത് അത്ഭുതകരമാണ്. ഹോളിവുഡ് ഫിലിമുകളെ പോലും വെല്ലുന്ന രൂപത്തിലുള്ള സാങ്കേതിക മികവോടുകൂടിയാണ് സാധനങ്ങൾ വരുന്നത്. പച്ച മനുഷ്യരെ കഴുത്തറുത്തു കൊല്ലുന്നു. ആ സമയത്ത് ആയത്തും ഹദീസും ഞങ്ങൾ മുഹമ്മദ് നബിയുടെ പാത പിൻപറ്റുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്കെതിരെ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളെ പ്രവാചകന്റെ അനുയായികൾ ആയ ഞങ്ങളിതാ പുനരവതരിപ്പിക്കുന്നു. അനുയായികൾ എന്നുള്ള രൂപത്തിൽ ഇതൊരു പുതിയ കാലത്തെ ഇസ്ലാമിക പ്രബോധകരുടെ മുന്നിലെ വലിയ വെല്ലുവിളി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നിലനിന്നിരുന്ന ഗോത്രാധിപത്യ സമൂഹത്തിൽ നിലനിന്നിരുന്ന അടിമത്വ സമ്പ്രദായത്തെ അതിനെ മാനവവൽക്കരിക്കുന്നതിന് വേണ്ടി കൃത്യമായി നിയമങ്ങൾ കൊണ്ടുവന്നപ്പോ ആ ഗോത്രാധിപത്യ സമ്പ്രദായത്തിലെ അടിമത്വത്തെ പുനഃസൃഷ്ടിച്ചാണ് ഇസ്ലാമിനെ സൃഷ്ടിക്കേണ്ടത് എന്ന് വരുത്തി തീർക്കുന്നു പുതിയ കാലത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ, മുസ്ലിങ്ങളുടെ വേഷമണിഞ്ഞ ഇസ്ലാമിന്റെ ശത്രുക്കൾ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തലച്ചോറ് എവിടെ നിന്നാണ്. ആ തലച്ചോറിനെ കുറിച്ച് ഇനിയും പഠനങ്ങൾ നടക്കണം, അത് തുറന്നു പറയണം. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം ഇടയിലുള്ള മുസ്ലിം യുവാക്കളെ, വിദ്യാർത്ഥികളെ അവരുടെ തലച്ചോറിനെ കൊണ്ടുപോകാൻ പുതിയ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ തലച്ചോറിനെ ഭീകരവൽക്കരിക്കുവാൻ വേണ്ടി വളരെ സമർത്ഥമായി നടക്കുന്ന പരിശ്രമങ്ങളെ തടയിടാൻ നമുക്ക് സാധിക്കണം. അത് വളരെ വലിയ ദൗത്യമാണ് സഹോദരങ്ങളെ. പുതിയ കാലത്ത് പുതിയ കുട്ടികളെ, വളർന്നു വരുന്ന കുട്ടികളെ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മീഡിയയുടെ, സോഷ്യൽ മീഡിയയുടെ എല്ലാം തന്നെ അടിമകളായി തീരുന്ന കുട്ടികളുടെ തലച്ചോറിലേക്ക് നമ്മൾ ചെറുപ്പകാലഘട്ടത്തിലെ വളർത്തിക്കൊണ്ടുവന്ന ദീനീബോധത്തിന്റെ വിശുദ്ധമായ തലച്ചോറിലേക്ക് ദീനീബോധം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന രൂപത്തിലുള്ള വിഷം വളരെ സമർത്ഥമായി കയറ്റപ്പെട്ടാൽ ആ തലച്ചോറ് പിന്നെ ശുദ്ധീകരിക്കുവാൻ സാധ്യമല്ലാത്ത വിധം അപകടകരമായ വിധാനങ്ങളിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഏറ്റവും അപകടകരമായ അപായമണികളാണ് മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ തലച്ചോറിനെ പോലും ഈ രൂപത്തിൽ ഭീകരവൽക്കരിക്കുന്നതിന് വേണ്ടി സമർത്ഥമായ പരിശ്രമങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഫാഷിസത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ ഫാഷിസത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അവിടെ അനീതി ഉണ്ടാകുമ്പോൾ, എന്ത് തിന്നണമെന്ന് ഫാഷിസം തീരുമാനിക്കുമ്പോൾ, എന്ത് ഉടുക്കണമെന്ന് ഫാഷിസം തീരുമാനിക്കുന്നു എന്നുള്ള അവസ്ഥയുണ്ടാകുമ്പോൾ അതിനോടുള്ള പ്രതിഷേധത്തെ, അതിനോടുള്ള പ്രതിരോധത്തെ വളരെ സമർത്ഥമായി ഭീകരതയുടെ തലച്ചോറാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും ചുറ്റും നടക്കുമ്പോൾ അതിൽ നിന്നും വ്യക്തമായി മാറ്റി നിർത്തി പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ സലഫുസ് സാലിഹുകളുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുക
മാത്രമല്ല, പ്രചോദിപ്പിക്കുക മാത്രമല്ല, അവരെ അതിന് പരിശീലിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. കഴിഞ്ഞ 50 വർഷക്കാലമായി അൻസാറിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന വലിയ ഉത്തരവാദിത്തത്തിന്, പഴയകാല പ്രവർത്തനത്തിന് പുതിയ കാലഘട്ടത്തിൽ, പുതിയ രൂപഭാവങ്ങളിൽ, പുതിയ കാലഘട്ടത്തിൽ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. അത് കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. പുതിയ കാലത്തെ മീഡിയകൾ ഉപയോഗിച്ച് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും സലഫുസ് സാലിഹുകൾ മനസ്സിലാക്കിയ രൂപത്തിൽ പഠിപ്പിക്കുവാൻ, തലച്ചോറിലേക്ക് ഇടക്കി ചെല്ലുവാൻ, അങ്ങനെ മനുഷ്യരെ സൃഷ്ടിക്കുവാൻ ഉള്ള പ്രയാണത്തിൽ ഒരു വലിയ നാഴികക്കല്ലായി തീരട്ടെ നമ്മുടെ 50-ാം വാർഷികം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങളുടെ പഠനത്തിനു വേണ്ടി നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.